തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയുടെ തീരപ്രദേശങ്ങളിൽ അർദ്ധരാത്രിയോടെ ഉണ്ടായ ശക്തമായ ഭൂചലനം ലോകമെമ്പാടുമുള്ള ഭൗമശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ബോർണിയോ ദ്വീപിലെ മലേഷ്യൻ സംസ്ഥാനമായ സാബയെയാണ് പ്രധാനമായും ബാധിച്ചത്. പ്രകൃതിക്ഷോഭങ്ങളുടെ കാര്യത്തിൽ താരതമ്യേന സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന മേഖലകളിൽ ഒന്നാണെങ്കിലും ഈ സംഭവം മലേഷ്യൻ ജനതയും അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പ്രാദേശിക സമയം പുലർച്ചെ 12:57ഓടെയാണ് സാബ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടത്. US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാന തലസ്ഥാനമായ കോട്ട കിനാബാലുവിന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് കിഴക്കായി കോട്ട ബെലൂഡ് എന്ന നഗരത്തിന് സമീപമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിശബ്ദമായ അർദ്ധരാത്രിയിൽ ഉണ്ടായ ഈ ചലനം ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. കെട്ടിടങ്ങൾ കുലുങ്ങിയതോടെ പലരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഈ ഭൂചലനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിന്റെ തീവ്രതയും ആഴവും തമ്മിലുള്ള വ്യത്യാസമാണ്. 7.1 തീവ്രത എന്നത് ഭൗമശാസ്ത്രപരമായി ഒരു ശക്തമായ ഭൂചലനമായാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്രയും തീവ്രതയുള്ള ഭൂചലനങ്ങൾ ഉപരിതലത്തിനടുത്താണ് സംഭവിക്കുന്നതെങ്കിലും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകാറുണ്ട്. എന്നിരുന്നാലും മലേഷ്യയിൽ ഉണ്ടായ ഈ ഭൂചലനം ഭൂമിക്കടിയിൽ ഏകദേശം 619.8 കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചത്. ഭൗമശാസ്ത്രത്തിൽ 300 കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളെ ഡീപ് ഫോക്കസ് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്തരം ചലനങ്ങൾക്ക് നിരവധി പ്രത്യേകതകളുമുണ്ട്. ഭൂമിക്കടിയിൽ വലിയ ആഴത്തിൽ ചലനം സംഭവിക്കുമ്പോൾ ആ ഊർജ്ജം ഉപരിതലത്തിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു ഭാഗം ചിതറിപ്പോകുന്നു. ഇത് ഉപരിതലത്തിലെ പ്രകമ്പനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നു. ആഴം കൂടുന്തോറും കെട്ടിടങ്ങൾ തകരാനും ഭൂമി വിണ്ടുകീറാനുമുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു. മലേഷ്യൻ കേസിൽ 600 കിലോമീറ്ററിലധികം ആഴം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് 7.1 തീവ്രത ഉണ്ടായിട്ടും വലിയൊരു ദുരന്തം ഒഴിവായത്. മലേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ ഭൂചലനത്തിന്റെ വലിയൊരു കാരണമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂചലനങ്ങളും നടക്കുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയോട് ചേർന്നാണ് മലേഷ്യ സ്ഥിതി ചെയ്യുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ ഒന്നിനടിയിലേക്ക് മറ്റൊന്ന് തെന്നിമാറുകയോ ചെയ്യുന്ന പ്രക്രിയ ഇവിടെ നിരന്തരം നടക്കുന്നു. ബോർണിയോ ദ്വീപിന് സമീപമുള്ള ഭൗമപാളികളുടെ സമ്മർദ്ദമാണ് ഇത്തരം ചലനങ്ങൾക്ക് ആധാരം. സമുദ്രതീരത്ത് ഭൂചലനം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഉയരുന്ന ആശങ്ക സുനാമി സാധ്യതയെക്കുറിച്ചാണ്. 2004 സുനാമി ദുരന്തം നേരിട്ട തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരം ചലനങ്ങൾ വലിയ ഭയമാണ് നൽകുന്നത്. എന്നാൽ ഈ ഭൂചലനത്തിന്റെ കാര്യത്തിൽ US സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം മലേഷ്യൻ കാലാവസ്ഥാ വകുപ്പും ആശ്വാസകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭൂചലനം സമുദ്രത്തിനടിയിലാണെങ്കിലും അതിന്റെ ആഴം 600 കിലോമീറ്ററിലധികമായതിനാൽ സമുദ്രജലത്തെ വലിയ തോതിൽ സ്ഥാനചലനം ചെയ്യിക്കാൻ അതിന് കഴിയില്ല. അതിനാൽ തന്നെ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത നിലവിലില്ലെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. സാബ സംസ്ഥാനത്തിന്റെ പുറമെ അയൽ സംസ്ഥാനമായ സാരാവാക്കിലും ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു. കോട്ട കിനാബാലു പോലുള്ള നഗരങ്ങളിലെ ഉയർന്ന കെട്ടിടങ്ങൾ താമസിക്കുന്നവർക്കാണ് കുലുക്കം കൂടുതൽ അനുഭവപ്പെട്ടത്. ഇതുവരെ ഔദ്യോഗികമായ ആളഭയമോ ഗുരുതരമായ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലങ്ങൾ, റോഡുകൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് വിള്ളലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സിവിൽ ഡിഫൻസ് ഫോഴ്സും ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റും വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. സ്ഥിതിഗതികൾ മലേഷ്യൻ കാലാവസ്ഥാ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വരും മണിക്കൂറുകളിൽ തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. പ്രധാന ഭൂചലനത്തിന് ശേഷം ഭൗമപാളികളിൽ പഴയ സ്ഥാനത്തേക്ക് ക്രമീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങളാണിവ. ഇത്തരം സമയങ്ങളിൽ ജനങ്ങൾ പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. കെട്ടിടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുക. റേഡിയോ, ടെലിവിഷൻ, ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂചലനം ഒരു വലിയ മുന്നറിയിപ്പാണ്. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചനാതീതമാണെന്നും ഏത് നിമിഷവും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രീയമായ ആഴം ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചുവെങ്കിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ചലനങ്ങളെ നേരിടാൻ കെട്ടിട നിർമ്മാണ രീതികളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇത് ചൂണ്ടിക്കാട്ടുന്നു. മലേഷ്യൻ തീരത്തുണ്ടായ 7.1 തീവ്രതയുള്ള ഭൂചലനത്തിന് പിന്നാലെ സമുദ്രത്തിലെ ജലനിരപ്പിൽ കാര്യമായ വ്യത്യാസങ്ങളോ സുനാമി ഭീഷണിയോ ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമുദ്രത്തിനടിയിൽ സംഭവിക്കുന്ന ഭൂചലനങ്ങൾ പലപ്പോഴും സുനാമിക്ക് കാരണമാകാറുണ്ടെങ്കിലും ഈ കേസിലെ പ്രത്യേക സാഹചര്യങ്ങൾ ആ വലിയ അപകടത്തെ ഒഴിവാക്കി. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഈ ഭൂചലനം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 619.8 കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത്രയും വലിയ ആഴത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ സമുദ്രജലത്തെ മുകളിലേക്ക് തള്ളിവിടാനോ വലിയ തിരമാലകൾ സൃഷ്ടിക്കാനോ പര്യാപ്തമല്ല. സമുദ്രോപരിതലത്തിന് തൊട്ടു താഴെ സംഭവിക്കുന്ന ചലനങ്ങളാണ് സാധാരണയായി സുനാമി തിരമാലകൾക്ക് കാരണമാകുന്നത്. പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രവും മലേഷ്യൻ കാലാവസ്ഥാ വകുപ്പും സമുദ്രത്തിലെ ടൈഡ് ഗേജുകൾ വഴി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. ജലനിരപ്പിൽ അസാധാരണമായ ഉയർച്ചയോ താഴ്ചയോ രേഖപ്പെടുത്തിയിട്ടില്ല. ഭൂചലനത്തിന് പിന്നാലെ സാബ
സാരവാക് തീരങ്ങളിൽ മലേഷ്യൻ അധികൃതർ അതീവ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിലും കടൽക്ഷോഭമോ തീരദേശ വിള്ളലുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലായതിനാൽ സമുദ്രത്തിന്റെ സ്വാഭാവികമായ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. എങ്കിലും വരും മണിക്കൂറുകളിൽ കടലിലെ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്.